നമ്മുടെ പി സി ജോർജ് പറഞ്ഞ പുലഭ്യത്തിന് ഈരാറ്റുപേട്ടയിലെ യൂത്ത് ലീഗുകാരോ കേസ് കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നത് കേട്ടു. സത്യം പറഞ്ഞാൽ ഭിത്തിക്ക് ചാരി വച്ചിരിക്കുന്ന ഒരു ഉപയോഗമില്ലാത്ത വസ്തുവിന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പോകരുത് എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. അദ്ദേഹത്തിന് വിധിക്കപ്പെട്ടിട്ടുള്ളത് ഈ പറഞ്ഞ് പുഴുത്ത് ചാവുക എന്നുള്ളതാണ്. ഒത്തിരി കാലം ജനപ്രതിനിധിയായിരുന്ന എന്തെങ്കിലുമൊക്കെ ആ നാടിനും നാട്ടുകാർക്കും പറയാനുള്ളതെല്ലാം ഇത്തരം വാക്കുകളിലൂടെ, ഇത്തരം വിസർജ്യം വാരി എറിയുന്നതിലൂടെ അയാളുടെ ശരീരത്ത് തന്നെ പുരട്ടുകയാണ് ചെയ്യുന്നത്. അത് സംപ്രേഷണം ചെയ്യാൻ ഒരു ജനൻ ടി വിയും ഉള്ളപ്പോൾ അയാൾക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ അയാൾക്കെതിരെ എന്ത് ചെയ്യുന്നതും അയാളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. എല്ലാം നഷ്ടപ്പെട്ട് നിയന്ത്രണം വിട്ടുപോകുന്ന വാർദ്ധക്യത്തിൽ ചില മനുഷ്യരൊക്കെ കാണിക്കുന്ന വിക്രിയകളും ചേഷ്ടകളും മാത്രമാണത്. അതിനെ നോക്കി സഹതപിക്കുക, അത്രമാത്രം. അതാണ് എനിക്ക് പറയാനുള്ളത്. പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം പി സി ജോർജ് ആരാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ വ്യക്തമായി അങ്ങ് വിദൂര ഭാവിയിലൊന്നുമല്ലാതെ സമീപഭാവിയിൽ അയാൾ നടത്തിയിട്ടുള്ള അഭ്യാസങ്ങളും പ്രവൃത്തികളും ഒക്കെ അറിയാവുന്നതാണ്. SDPIയുടെ വേദിയിൽ പോയി ഫാത്തിഹ അറിയാവുന്നതുപോലെ ഓതി വലിയ ബഹളമുണ്ടാക്കി BJPക്കാരെയെല്ലാം കൈകാര്യം ചെയ്യണം, അതിന് ഞാൻ മുമ്പിൽ നിൽക്കും എന്നൊക്കെ പറഞ്ഞ ആളാണ്. എന്ന് മാത്രമല്ല, ഇത്രയും ക്ലോസറ്റ് പോലെ കേരള രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച മറ്റൊരു ആളുണ്ടാവില്ല. നമ്മുടെ ഓർമ്മയിൽ KM മാണിയെ, ഉമ്മൻചാണ്ടി സാറിനെ, പിന്നെ എന്ന് വേണ്ട പിണറായി വിജയൻ സഖാവിനെ, ആരൊക്കെ ഉണ്ടോ അവരെയെല്ലാം ഇയാളിതാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ക്ലോസറ്റ് നല്ല വെളുപ്പും മിനുസവും ഒക്കെ ഉള്ളതായി തോന്നുമെങ്കിലും അതിനൊരു പർപ്പസ് ഉണ്ട്. അത് മാത്രമേ അതിൽ നിർവഹിക്കാനാവൂ, അതിനെ കൊള്ളാവൂ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഉപകരണമാണത്. പിന്നെ ഈ ഈരാറ്റുപേട്ടയിലെയും പൂഞ്ഞാറിലെയും ഒക്കെ ഈ മുസ്ലിം ജനവിഭാഗത്തെയും ബാക്കിയുള്ളവരെയും ഒക്കെ കയ്യിലെടുത്ത് അഭ്യാസിയായി അവരുടെ വികാരത്തെയും അവരുടെ ഭക്ഷണത്തെയും അവരുടെ കാശുമൊക്കെ ഉപയോഗിച്ച് പൂന്ത് വിളയാടി എല്ലാവരും ചുമന്നുകൊണ്ട് നടന്നപ്പോൾ തന്നെ ഇയാളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. കാരണം അവിടെ ഈ സ്നേഹമെല്ലാം പ്രകടിപ്പിക്കുമ്പോഴും ഇതേ വിസർജ്യം നിയമസഭയിലും പത്രസമ്മേളനങ്ങളിലും പലർക്കുമെതിരെ വാഴി എറിയുന്നുണ്ടായിരുന്നു. അന്ന് പൂഞ്ഞാറുകാരെല്ലാം കൂടെ കൈയടിച്ചതാണ്, മിടുക്കനാണെന്നും പറഞ്ഞ്. അവസാനം സ്വന്തം സമുദായത്തിലെ തന്നെ ഒരാൾ ഓഡിയോ ക്ലിപ്പ് റെക്കോർഡ് ചെയ്ത് ഇയാൾ ആരാണെന്ന് പുറത്ത് കാണിച്ചപ്പോഴാണ് കേരളം അറിഞ്ഞത്. പിന്നെ അന്ന് മുതൽ ഇയാളുടെ കുട്ടികളുണ്ടാവാതിരിക്കാനുള്ള തുള്ളിമരുന്ന്, അത് ഇത് എന്തെല്ലാം പറഞ്ഞ് ഒടുവിൽ BJPയിൽ പോയി ചേക്കേറി പത്തനംതിട്ട കിട്ടുമെന്ന് മോഹിച്ചു. അതും നടന്നില്ല. ഇനിയിപ്പോൾ ഒന്നും നടക്കുകയില്ല. ജോർജ് കുര്യൻ സാറിനെ മന്ത്രിയാക്കിയതോടുകൂടി കേരളത്തിലെ കോട്ട തീർന്നു എന്ന് മാത്രമല്ല, ഇയാളെ ആക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ലെന്നും ബാധ്യതയാണെന്നും അവർക്ക് നന്നായി അറിയാം. പിന്നെ ആകെപ്പാടുള്ളൊരു കാര്യം, പ്രത്യേകിച്ച് ഒരു ചാനലുകളും ഇപ്പോൾ വിളിക്കാറില്ല. പിന്നെയും ഷോണിനെ വിളിച്ചാലും ഇയാളെ വിളിക്കാറില്ല. പിന്നെ ആകെ വിളിക്കുന്നത് ജനൻ TV-യാണ്. അപ്പോൾ അവിടെ പോയിരുന്ന് ഇയാളിത് വാരി എറിയുന്നത് മുഴുവൻ എന്തിനാണെന്നറിയാമോ? ഇപ്പോൾ കുറേ നാളുകളായി ലൈം ലൈറ്റിൽ വരാനാകാതെ അത്തം പിത്തമായി തുടരുകയാണ്. അപ്പോൾ അതിലൊന്ന് രംഗത്ത് വന്ന് ആളാകാൻ വേണ്ടി കാണിക്കുന്ന ഒരു അഭ്യാസം മാത്രമാണത്. അതിനെ അവഗണിക്കണം. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ചിലതൊക്കെ അവഗണിക്കാനും പഠിക്കണം. അപശബ്ദങ്ങളെ നമ്മൾ ചിലപ്പോൾ തള്ളിക്കളയില്ലേ. നമ്മൾ ചിലപ്പോൾ കൂട്ടത്തിൽ കാര്യം പറഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ ചിലർക്കൊരു കീഴ്ശ്വാസം പോയി. ആരെങ്കിലും അതിനെക്കുറിച്ച് പിന്നീട് ചർച്ച വെക്കുമോ? അതിനെ ആ വഴിക്ക് വിട്ടേക്കണം. പറ്റുമെങ്കിൽ അതിൻ്റെ ദുർഗന്ധവും മൈൻഡ് ചെയ്യരുത്, നമ്മൾ എഴുന്നേറ്റ് എങ്ങോട്ടെങ്കിലും അങ്ങ് പോകണം എന്നുള്ളൊരു സമീപനമാണ് അയാളോട് സ്വീകരിക്കേണ്ടത്. അതല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അയാൾക്കെതിരെ കേസ് കൊടുത്താൽ? പണ്ടൊരു കേസ് കൊടുത്ത് വാഹനത്തിൽ മുഴുവൻ അയാളെ കൊണ്ടുപോയി കുറേ പാവം BJPക്കാർ വഴിയിൽ നിന്ന് അയാൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് 2 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ചില കാസറ്റും CD-യും ഒക്കെ പ്ലെയറിലിടുമ്പോൾ വർക്ക് ചെയ്തില്ലെങ്കിൽ തിരിച്ചു വരുന്നത് പോലെ അയാൾ തിരിച്ചു വന്നു. അപ്പോൾ അതിനുള്ള അഭ്യാസമാണ് ഈ കാണിക്കുന്നത്. എനിക്കതുകൊണ്ട് ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് മുസ്ലിം യൂത്ത് ലീഗുകാരോടാണ്. നിങ്ങൾ വെറുതെ അയാൾക്ക് പ്രാധാന്യം ഉണ്ടാക്കി കൊടുക്കാൻ പോകരുത്. അങ്ങനെ എന്തെല്ലാം ചിലയ്ക്കുന്നവരെവിടെല്ലാം ഇരുന്ന് ചിലയ്ക്കുന്നു, അതതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. അതിനപ്പുറം എന്താ?